നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വോട്ട് വാങ്ങി ജയിച്ചതാണ്, അത് മറക്കരുത്. ഇതൊരു ശക്തമായ ഒരു ഭാഷയാണ്. ഇതൊരു ധാർഷ്ട്യത്തിൻ്റെ ഭാഷയേ അല്ല, ഇതൊരു ശക്തമായ താക്കീതാണ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് വോട്ട് രേഖപ്പെടുത്തിയ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി നടത്തുന്ന ഉഗ്രശാസനയാണ് ശരിക്കും ആ വാക്കുകൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ കടൽ തീരത്ത് നിന്ന് 3 യുവാക്കളെയാണ് കാണാതായിരിക്കുന്നത്. കഴിഞ്ഞ 11 ദിവസമായി നമ്മുടെ മുഖ്യമന്ത്രിയാകട്ടെ, നമ്മുടെ മന്ത്രിമാരാകട്ടെ, ഒരാൾ പോലും ആ വഴി തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. നമ്മുടെ സർക്കാരിന് ബാധ്യതയുണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് എത്തുക, പോട്ടെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇതിനൊന്നും നമ്മുടെ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് എത്ര വലിയ വീഴ്ചയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എത്ര വലിയ വീഴ്ചയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിലേക്ക് നാണമുണ്ടായിരുന്നോ? ഇന്ന് ഒരു ദിവസം ഈ പറയുന്ന മുഖ്യമന്ത്രി കൊല്ലത്തും ആഭ്യന്തര വകുപ്പ് മന്ത്രി അങ്ങ് വിഴിഞ്ഞത്തും പോകാൻ വേണ്ടിയിട്ട് നാണമുണ്ടായിരുന്നു? ഒരല്പം ഉളുപ്പ് ബാക്കിയുണ്ടായിരുന്നു? നമുക്കറിയാം, അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരു നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു മന്ത്രിയുണ്ട്. ഇത് മന്ത്രിയാണോ എന്ന് ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള മാധ്യമപ്രവർത്തകർ പോലും തിരിച്ചറിയുന്നത്. നാളിതുവരെയായി ഈ മന്ത്രിയെ കൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു നയാ പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദിവസം ഈ പറയുന്ന പോലെ കാലം എത്രയായി, ഞങ്ങൾ തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. വോട്ട് വാങ്ങി ജയിച്ചതാണ് മറക്കരുത് എന്ന് പറയുന്ന വാക്ക് അവിടെ പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ്. ആ കുട്ടിയുടെ വാക്കുകൾ അങ്ങനെ തന്നെ കാണണം. നമുക്കറിയാം, ഇവിടെ ഈ പറയുന്ന കടലിൽ പോകുന്ന സാധാരണക്കാരായ വ്യക്തികൾ, ഈ സാധാരണക്കാരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു നിർദ്ദേശം, അതായത് നിങ്ങൾ കടലിൽ ഇറങ്ങരുത് എന്ന് പറയുന്ന ഒരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം പാലിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനം അല്ലെങ്കിൽ ആ നിർദ്ദേശം നൽകാൻ നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോയി കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർക്ക് അലർട്ടുകൾ ലഭിക്കുന്നത്, അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പുകൾ നൽകുന്നത് മണിക്കൂറുകൾക്കകം. അപ്പോഴേക്കും ഈ പാവപ്പെട്ട മനുഷ്യർ ഇവിടുന്ന് മത്സ്യബന്ധനത്തിനായി പുറംകടലിലെത്തിയിട്ടുണ്ടാകും. അവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് നിറയെ ചുഴികളാണ്, വലിയ തിരമാലകളാണ്, വലിയ കാറ്റാണ്. അതിൽ അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇന്ന് കൃത്യമായ ഒരു സംവിധാനം വേണ്ടേ? 40 കിലോമീറ്ററിലധികം കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ്, പക്ഷേ 40 പോയിട്ട് 20 കിലോമീറ്റർ സ്പീഡ് പോലും ഇല്ലാത്ത കാറ്റടിക്കുന്ന സാഹചര്യം. അപ്പോൾ ഒരു പൂർണ്ണമായി വിശ്വസനീയമായ രീതിയിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്ന കാര്യത്തിൽ നമ്മുടെ സംവിധാനം പരാജയപ്പെട്ടിരിക്കുന്നു, സംശയമൊന്നുമില്ല. എന്നാൽ അങ്ങനെ ഒരു പരാജയമുണ്ടായി അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ കടലിലേക്ക് പോവുകയും അവർക്ക് അപകടം പറ്റുകയും ചെയ്യുന്നു. തൊട്ടടുത്ത നിമിഷം എന്താണ് സർക്കാർ ചെയ്യേണ്ടത്? കഴിഞ്ഞുപോയ സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടുകയായി അല്ല വേണ്ടത്, പകരം സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. കടലിൽ പോകുന്നവരെ കാണാതാകുമെന്ന് പറയുന്ന മുടന്ത ന്യായമല്ല നമ്മുടെ മുഖ്യമന്ത്രി പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാർ പറയേണ്ടത്. അതിന് പകരം ചെയ്യേണ്ടത് എന്താണ്? അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും അത് ചെയ്യുകയുമാണ് വേണ്ടത്. ഇത് ചെയ്യാൻ കഴിയാതെ ഇവിടെ നമുക്കറിയാം, സർക്കാർ പോകുന്നത് ഇവിടെ സംഘിവൽക്കരണത്തിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയതിനെക്കുറിച്ച് ജിജി എന്ന് പറയുന്ന പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാനുണ്ടായിരുന്നോ മുഖ്യമന്ത്രിക്ക്? എന്തെങ്കിലും ഒരു മറുപടി പറയാനുണ്ടായിരുന്നു ഈ മുഖ്യമന്ത്രിക്ക്? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് വന്നിട്ട് തള്ളുകയാണ്. പഴയത് പുതിയത് എല്ലാം കൂടെ ക്രമേണ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം. എന്ത് തരം രക്ഷാപ്രവർത്തനം ഉദ്ദേശിക്കുന്നത്? പഴയ രീതിയും പുതിയ രീതിയും കൂടെ സംയോജിപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് ആരെയാണ് സർ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയോ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കടലിലേക്ക് വള്ളവും വലയുമായി പണിക്കിറങ്ങി പോകുന്ന സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളെയാണോ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? അവരുടെ കണ്ണ് പൊത്തിക്കളിക്കാനാണോ ഇവിടുത്തെ സർക്കാർ ഇഷ്ടപ്പെടുന്നത്? അല്ല, അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. സർക്കാർ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ അവർക്ക് വേണ്ടി ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതല്ല. അവർക്ക് വേണ്ട എന്താണ്? ഒരു കടലിൽ പോയ ഒരാളെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ തുടക്കത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. 7-8 ദിവസമായിട്ട് ആ വീടുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ നമ്മുടെ സംവിധാനം. ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല.
അവിടെ മനുഷ്യരാണ് ജീവിക്കുന്നതെന്നും കടലിൽ കാണാതായത് മനുഷ്യരാണെന്നും എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ കഴിയാതെ പോയത്? അതാണ് ഇവിടെ കേരളത്തിൽ വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ അമ്മായിച്ചനെ കാണാൻ ഹെലികോപ്റ്റർ എടുത്ത് പോകുന്ന മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ഇതല്ല ഇനി അപ്പുറവും നടക്കും എന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങും. ഇതൊന്നുമല്ല ഇനി നടക്കാനുള്ളത് എന്ന് ജനം ചിന്തിച്ചു തുടങ്ങും. ഇവിടെ ഈ സമയത്ത് പോലും വന്ദേ മാതരം എന്ന് പറയുന്ന ദേശഭക്തി ഗാനം മുഴുവൻ ആലപിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ഉത്തരവിടുന്നു. ലോക് ഭവനിൽ നിന്ന് പോലും നിർദ്ദേശമില്ലാതെ, ലോക് ഭവനിൽ അങ്ങനെ ഒരു അറിയിപ്പ് കൊടുക്കാതെ, സർക്കുലർ ഇറക്കാതെ ചീഫ് സെക്രട്ടറി എങ്ങനെയാണ് ഈ പറയുന്ന നമുക്ക് ഈ ആഗസ്റ്റ് 15-ാം തീയതി ഈ ദേശഭക്തി ഗാനമായ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണം എന്ന് പറയുന്ന ഉത്തരവിറക്കാൻ ആരാണ് ചീഫ് സെക്രട്ടറിക്ക് ഇത് കൊടുത്തത്, അധികാരം കൊടുത്തത്? ചീഫ് സെക്രട്ടറി അങ്ങനെ ഒരു അധികാരം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പെർമിഷൻ കൊടുക്കാതെ ചീഫ് സെക്രട്ടറിക്ക് ഏകപക്ഷീയമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? ഇനി അതല്ല, മുഖ്യമന്ത്രിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല, മുഖ്യമന്ത്രി അറിഞ്ഞിട്ടേയില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ചീഫ് സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ? അതല്ലേ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? അപ്പോൾ ഈ രീതിയിലേക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കടപ്പുറത്ത്, നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് നമ്മുടെ ആളുകളിൽപ്പെട്ട 3 പേരെ കാണാതായി 10-11 ദിവസം പിന്നിടുമ്പോഴും ഇവിടെ സംഘപരിവാറിനെയും സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരെയും തഴുകി സൂചിപ്പിക്കാൻ നടക്കുകയാണ് നമ്മുടെ മന്ത്രിപരിവാരങ്ങൾ. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ തലയിൽ അടിച്ചു കയറ്റിയ കുരിശു പോലെയാണ് ചിലർക്ക് കിട്ടിയ മന്ത്രിസ്ഥാനം കൊണ്ട് അവരെന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യ തെക്ക് വട കുഴലി നടക്കുകയാണ്. ഒരാൾ മന്ത്രിയാണോ അല്ലയോ എന്ന് പോലും പുള്ളിക്ക് അറിയില്ല. ഗഫൂറിനെ സംബന്ധിച്ച് ഇതാണ് കേരളത്തിൽ ഇന്നത്തെ മന്ത്രിസഭയുടെ അവസ്ഥ. ഇതാണ്, അറിയില്ല പുള്ളി മന്ത്രിയാണോ എന്ന് പുള്ളിക്ക് പോലും അറിയില്ല. എന്തായിരുന്നാലും സ്റ്റേറ്റ് കാറിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, അത് മാത്രം പുള്ളിക്ക് അറിയാം. മന്ത്രിയാണോ അല്ലയോ അറിയില്ല. മന്ത്രിയാണെന്ന് ഉറപ്പുണ്ടായിരുന്നേ തീർച്ചയായിട്ടും ഈ വീടുകളിലേക്ക് ഒരു തവണയെങ്കിലും എത്തി നോക്കിയേനേ, അവിടം വരെ ഒന്ന് പോയി നോക്കിയേനെ. എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ, അവിടെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ ഏകോപിപ്പിക്കണം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ അവിടെയുള്ള ആളുകളുമായി ഈ മന്ത്രി നടത്തിയിട്ടുണ്ടോ? ഈ 11 ദിവസമാകുന്നു. ഈ 11 ദിവസത്തിന് മുൻപ് ഇവിടുന്ന് ആ പെൺകുട്ടി, ജിജി എന്ന് പറയുന്ന പെൺകുട്ടി, മാധ്യമങ്ങളെ കണ്ടിട്ട് ഈ വിവരങ്ങൾ വിളിച്ച് പറയുന്നത് വരെ നമ്മുടെ ഭരണകൂടം അനങ്ങിയിട്ടില്ല. അതായത് വിഴിഞ്ഞത്ത് കാണാതായ ജോണിൻ്റെ മകൾ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിടുന്നത് വരെ ഒരുത്തൻ പോലും തിരിഞ്ഞു നോക്കിയില്ല നമ്മുടെ സർക്കാരിലെ. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അപ്പോഴാണ് വന്ദേ മാതരത്തിൻ്റെ വിഷയം വരുന്നത്. ലോക് ഭവൻ പോലും അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് തീരുമാനം എടുക്കുന്ന രീതിയിൽ ഇവിടെ അർജുനായെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് പോലും ഈ പറയുന്ന മന്ത്രിമാർക്ക് ആർക്കും ഈ പാവപ്പെട്ട കുടുംബങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലുമുള്ള സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം തന്നെ. എന്തൊരു ദ്രോഹമാണ് ചെയ്യുന്നത്. എന്നിട്ട് ചില കള്ളക്കണക്കുകൾ പ്രചരിപ്പിച്ചാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞാൽ മതിയാവുമോ? അതെല്ലാം മേഴ്സിക്കുട്ടിയമ്മയൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഞങ്ങൾ അന്ന് ചെയ്തത് എന്നുള്ള വിവരം കഴിഞ്ഞ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആയിരുന്ന മേഴ്സിക്കുട്ടിയമ്മ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്ര പേരെ കാണാതായി, ആ കാണാതായവരെ മരണപ്പെട്ടു എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ട് കണക്ക് അവതരിപ്പിച്ചിട്ട് അവർക്ക് നഷ്ടപരിഹാരവും അവരുടെ വീട്ടുകാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു സർക്കാർ ഉണ്ടായിരുന്നു 17-ലും 21 വരെ. എന്തുകൊണ്ടാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ഒന്നും കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയമില്ലാതെ പോകുന്നതിന് കാരണം എന്താ? അപ്പോൾ ഈ സമയത്തെല്ലാം അദ്ദേഹം പോകുന്നത് പേരറിയാത്ത എവിടെയോ കിടക്കുന്ന ഏതോ ഒരു ഇൻവെസ്റ്ററെ തപ്പി കൊച്ചിയിലേക്ക് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നു. ഇപ്പോഴും അറിയില്ല അത് ആർക്ക് വേണ്ടി ചെയ്ത യാത്രയാണ്. ഞാൻ അവിടെ ഉണ്ട് എന്ന് കരുതി ഇൻവെസ്റ്റേഴ്സ് വന്നു എന്ന് പറയുന്നു. ഇൻവെസ്റ്റേഴ്സിന് ഡൽഹി പോകേണ്ടതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഹെലികോപ്റ്റർ പിടിച്ച് പോകേണ്ടതായി വന്നു എന്ന് പറയുന്നു. ആരെയാണ് സർ പറ്റിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത്? ആരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, ആരുടെ നന്മയെ കരുതിയിട്ടാണ്, ആരുടെ വെൽവിഷിങ്ങിനെ കരുതിയിട്ടാണ് ഈ മുഖ്യമന്ത്രി നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് വീരവാദം മുഴക്കിയിട്ടോ മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിൽ സാധാരണക്കാരുടെ മുമ്പിൽ പഴയ ചില ആചാരങ്ങളെയും പുതിയ ആചാരങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് പുതിയൊരു ആചാരം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു നിന്നുകൊണ്ട് നാട്ടുകാരെ ഇങ്ങനെ പറ്റിക്കരുത് എന്നുള്ളത് തുറന്നു തന്നെ പറയുകയാണ്. കാരണം ആ കടലിൽ കിടക്കുന്നത് സാധാരണക്കാരുടെ പ്രതീക്ഷയാണ്. ഓരോ കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന 3 കുടുംബങ്ങളുടെ നട്ടെല്ലാണെന്നേ ആ കടലിൽ അകപ്പെട്ട് കിടക്കുന്നത്. 11 ദിവസം കൊണ്ട് എവിടെയാണെന്നോ എന്താണെന്നോ അവരിനി തിരിച്ചു വരുമോ എന്ന് പോലും അറിയാത്ത ആശങ്കയിൽ കഴിയുന്ന 3 കുടുംബങ്ങളുണ്ട്.
3 അവരുടെ ആശ്രിതരുണ്ട്. അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പോലും തിരുവനന്തപുരത്ത് പിന്നെ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഏമാന്മാർക്ക് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ ദാരുണമെന്നല്ലാതെ വേറെ എന്താ അതിന് പറയുക? അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.